അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഭ്രാന്ത് സ്വപ്നത്തിൽ കണ്ടാൽ, ഭ്രാന്തൊക്കെ നമ്മൾ ഭയക്കുന്ന ഒന്നാണ് അല്ലേ. നമുക്ക് ഭ്രാന്ത് ഉണ്ടാവുന്നതിലും ഭ്രാന്തനായ ഒരാളുടെ മുന്നിലൂടെ നടന്നു പോകാൻ നമ്മളൊക്കെ പേടിക്കുന്ന ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഭ്രാന്തിനെ തൊട്ട് നമ്മെയും നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ മക്കളെയും കൂട്ടുകാരെയൊക്കെ രക്ഷിക്കട്ടെ അല്ലേ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഭ്രാന്ത് മാറ്റി കൊടുക്കട്ടെ, ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് ഈ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഒരാൾ ഭ്രാന്ത് സ്വപ്നത്തിൽ കണ്ടാൽ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ചിട്ട് മഹാനായ ഇബ്നു ഖുതൈബ എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഒരാൾ ഭ്രാന്ത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മുതൽ എന്നാണ്, മുതൽ സമ്പത്ത് എന്നാണ്. ഇനി ഇബ്നു സിരീൻ എന്നവർ പറയുന്നു ഇതിനെക്കുറിച്ചിട്ട് എന്ത്? ഐശ്വര്യം എന്ന് പറയുന്നുണ്ട്. ഭ്രാന്ത് സ്വപ്നം കണ്ടാൽ ഐശ്വര്യം എന്നുണ്ട്. അതുപോലെ തന്നെ സ്വാലിഹായ അമലുകൾ എന്നും അതിന് വ്യാഖ്യാനമുണ്ട്. അതായത് സ്വാലിഹായ അമൽ ആ സ്വപ്നം കാണുന്ന ആൾ ചെയ്യും. പിന്നെയോ പിന്നെ ഭ്രാന്ത് കൂടുതലായിട്ടാണ് സ്വപ്നം കണ്ടത്, ഒരുപാട് നല്ല ഭ്രാന്ത്, നല്ലോണം ഭ്രാന്തുണ്ട്, അങ്ങനെയായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിലോ അവന് ഒരുപാട് മുതലുണ്ടാകുമെന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ കുറഞ്ഞതായിട്ടാണ് ഭ്രാന്ത് കാണുന്നതെങ്കിൽ കുറഞ്ഞ മുതലുണ്ടാകും, കൂടുതലായിട്ട് ഭ്രാന്തായിട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നതെങ്കിലും അവന് ഒരുപാട് മുതലുണ്ടാകും എന്നാണ്. അത് ഹറാമായ വഴിയിലൂടെയാണോ ഹലാലായ വഴിയിലൂടെയാണോ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? മുതൽ എന്നാണ്. മനസ്സിലായില്ലേ? അത് കൂടുതലാണെങ്കിൽ കൂടുതൽ മുതലുണ്ടാകും, കുറച്ചാണെങ്കിൽ കുറച്ച് മുതലുണ്ടാകും എന്നാണ്. ഈ ഭ്രാന്ത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ ഇബ്നു ഖുതൈബ എന്നവർ അവിടുത്തെ കിതാബിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. അത് ഖുർആനിലൂടെയും ഹദീസിലൂടെയുമാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്താക്കുന്നത്? വിശദീകരിക്കുന്നത്. അത് എല്ലാ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഏത് സ്വപ്നമാണെങ്കിലും മഹാന്മാരായ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ അവർ ഖുർആനും ഹദീസും തെളിവ് പിടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നത്. അല്ലാതെ അവർക്ക് തോന്നുന്നതായ രീതിയിൽ അവരുടെ അനുമാനത്തിൻ്റെ രീതിയിൽ പറയുന്ന വ്യാഖ്യാനങ്ങളൊന്നുമല്ല നമ്മൾ എന്താവുന്നത് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അഅലം. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.